ഹലോ ഗൈസ്, എന്റെ ഇരിക്കുന്ന ഐക്യുവിന്റെ C10 എന്ന് പറഞ്ഞ ഫോണ് ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ബാറ്ററി വരുന്ന ഫോണാണിത്. ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനേക്കാളും കൂടുതൽ ബാറ്ററി ലൈഫുള്ള ഫോൺ ഇന്ത്യയിൽ വേറെ വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ത്യക്ക് പുറത്തുണ്ട് കേട്ടോ. അങ്ങ് ചൈനയിൽ റിയൽമി GT7 ഉണ്ട്. ഇപ്പൊ 10,000 mAh പവർ ബാങ്ക് വെച്ചാണ് ആ ഫോൺ വരുന്നത്. വൈദ്യുത കേസ് ഇതിൽ 7300 mAh ബാറ്ററി ആണെങ്കിൽ തന്നെ വെയിറ്റ്ലെസ് ആണ്. അതുപോലെ തന്നെ ഇത്രേ പറഞ്ഞുള്ള ഫോണിന്റെ സൈസ് 0.798 സെന്റിമീറ്റർ അങ്ങനെ എന്തോ ആണ് ഇതിന്റെ സൈസ് വരുന്നത്. അത് പോരാഞ്ഞിട്ട് ഇതിനകത്തിരിക്കുന്നത് 7300 mAh ബാറ്ററിയാണ്. അതും സിലിക്കൺ കാർബൺ അല്ല, ലിഥിയം അയോണിന്റെ ബാറ്ററി തന്നെയാണ്. ടെല്ലർ ബ്ലാക്ക് എന്ന് പറഞ്ഞ കളറാണ് എന്റെ ഇരിക്കുന്നത്. ഇതിന്റെ തന്നെ വേറൊരു സിൽവർ പോലത്തെ കളറുണ്ട്. അത് ഞാൻ ഇവിടെ ഇട്ടേക്കിയ ഫോട്ടോ. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ കാണാന്നുള്ളത് തന്നെ വളരെ സാമ്യമായിട്ടുള്ള ഡിസൈൻ ആണ്. നിങ്ങൾക്ക് വിവോ X200 Pro ഒക്കെ ആയിട്ട് കണ്ടില്ലേ, ആ ഒരു റൗണ്ട് റിംഗ് ഷേപ്പ് പറഞ്ഞത് ഏതാണ്ടല്ല ഏകദേശം അതുപോലെ തന്നെയാണ്. പക്ഷെ അത്രയും വലിയൊരു ഇതല്ല, പ്രൊജക്ഷൻ ഇല്ല. എങ്കിലും അത്യാവശ്യം നല്ല ക്യാമറ തന്നെയാണ് അതിനകത്ത് പറഞ്ഞത്. 7300 mAh ബാറ്ററി വരുന്ന ഫോണാണ്. 5500 mAh ബാറ്ററി വരുന്ന ഫോൺ. ഇത് രണ്ടിന്റെ സൈസ് ജസ്റ്റ് നോക്കിയേ, കണ്ടില്ലേ, ഇത് സ്ലിം ആണ്. ഇത് ഇതിനേക്കാളും സ്ലിം ആണ്. അതുപോലെ ഇതിനേക്കാളും വെയിറ്റ് കുറവാണ്. ഇതിന് 5500, 7300. 5500ക്കാളും വെയിറ്റ് കുറവ് 7300. അത് എന്ത് മാജിക് ആണ് കാണിക്കണതെന്നൊന്നും എനിക്ക് പിടി കിട്ടണില്ല. ആൻഡ് ബോഡി പ്ലാസ്റ്റിക് ബോഡിയാണ് പറഞ്ഞത്. നല്ല ഒരു മാറ്റ് ഫിനിഷ് ആണ്, ഗ്ലാസി ഫിനിഷ് ഒന്നുമല്ല. അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റ് മാഗ്നറ്റും അല്ല, ഫിംഗർ പ്രിന്റ് ഒന്നും പതിയത്തില്ല. കൂടാതെ ഇതിന്റെ കൂടെ തന്നെ ഒരു പെട്ടിയിലെ കേസും കിട്ടുന്നുണ്ട്. ഇതിന്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.77 ഇഞ്ചിന്റെ AMO LED 120 Hz വരുന്ന 5000 പീക്ക് ബ്രൈറ്റ്നസ് വരുന്ന ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ കോഡ് കർവേഡ് ആണ്. ഭയങ്കര കോഡ് കർവേഡ് അല്ല, പക്ഷേ 4 സൈഡ് ചെറിയ രീതിയിൽ കർവേഡ് ഉണ്ട്. സോ സൂക്ഷിച്ചും കണ്ടു ഉപയോഗിക്കുക, തറ വീണ. സോഫ്റ്റ്വെയറിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട ചോയ്സ് 15 ആണ് പറഞ്ഞത്. ആൻഡ്രോയിഡ് 15 തന്നെയാണ് ഔട്ട് ഓഫ് ദി ബോക്സ് പറഞ്ഞത്. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ആണ് ഐക്യു പ്രൊവൈഡ് ചെയ്യുന്നത്. സോഫ്റ്റ്വെയറിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ബ്ലോഡ്വേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹോട്ട് ആപ്പ്, ഹോട്ട് ഗെയിംസ് അതൊക്കെ എടുത്ത് വിളയായി കളയുക. പിന്നെ ഇതിനകത്തൊരു ആപ്പ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ അവരൊരു ആപ്പ് സ്റ്റോർ ഉണ്ട്, അതൊക്കെ എടുത്ത് കളയുക. ഇതിനകത്ത് ആഡ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതിന്റെ സോഫ്റ്റ്വെയർ കിടിലാണ്, ക്ലീൻ ആണ്. ഫണ്ട ചോയ്സ് ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല. ഒരു സമയത്ത് എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു സോഫ്റ്റ്വെയർ ആയിരുന്നു ഫണ്ട ചോയ്സ്. എന്നാൽ എനിക്കിപ്പോൾ ഇഷ്ടമുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഫണ്ട ചോയ്സ്. കണ്ടില്ല, ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആണ്. ഇതിന്റെ തീം സ്റ്റോർ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അതിനകത്ത് കയറിയിട്ട് ഇഷ്ടമുള്ള തീം സെറ്റ് ചെയ്തിടുക. അതിനനുസരിച്ച് ഐക്കണും മാറും. മിക്കതും പെയ്ഡ് ആണ്, പക്ഷെ ഫ്രീ ആയിട്ടുള്ളതും കിട്ടും. അങ്ങനെ ഇതിനകത്ത് ഐക്കൺ ബാക്ക് നിങ്ങൾക്ക് മാറ്റി ഇട്ടതിന് ശേഷം വാൾപേപ്പർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടാം. അങ്ങനെ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് നമ്മളെ OnePlus-ലൊക്കെ പറ്റുന്നതുപോലെ OnePlus-ലൊക്കെ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഐക്കൺസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഐക്കൺസ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എടുത്തിടാൻ സാധിക്കും. പക്ഷെ അങ്ങനെ ഇതിനകത്ത് പറ്റത്തില്ല. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് പറഞ്ഞാൽ അത് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ റെക്കഗ്നൈസേഷൻ ഒക്കെ ആകുന്നുണ്ട്. ഫേസ് അൺലോക്ക് പറഞ്ഞുകൊണ്ട് ടിപ്പിക്കൽ മറ്റേ നമ്മളെ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് അൺലോക്ക് ആകുന്ന സിസ്റ്റമാണ്. അതുപോലെ തന്നെ ലൈവ് വാൾപേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇടാൻ പറ്റും. ഇത് ആ ഒരു തീമിന്റെ ഇതിൽ വരുന്നതാണ്. അല്ലാതെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ലൈവ് വാൾപേപ്പർ, ഇപ്പം ഫോർ എക്സാമ്പിൾ mylivewallpaper.com എന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റ് ഉണ്ട്. വളരെ അടിപൊളിയായിട്ടുള്ള ലൈവ് വാൾപേപ്പേഴ്സ് അതിനകത്ത് കിട്ടും. അത് നിങ്ങൾക്ക് ഫോണിനകത്തൊക്കെ വേണ്ടി ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഇതിനകത്ത് കയറി ജസ്റ്റ് സെറ്റ് ആസ് വാൾപേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ അത് പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ നല്ല അടിപൊളി കൂളായിട്ടുള്ള വിഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തിടാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് ജസ്റ്റ് നമ്മുടെ ലോങ് പ്രസ് ചെയ്തതിനു ശേഷം വിഡ്ജറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള നല്ല നല്ല വിഡ്ജറ്റ്സുകൾ കിട്ടും. വളരെ കുറച്ചാണ്, പക്ഷേ അത്യാവശ്യം നൈസ് ആയിട്ടുള്ള വിഡ്ജറ്റ്സ് ആണ്. ആൻഡ് ഡിസ്പ്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടു. പേഴ്സണലി പറയുകയാണെങ്കിൽ നൈസ് ഡിസ്പ്ലേ ആണ്. ഭയങ്കര സ്മൂത്ത് ഗെയിം കളിക്കാനാണെങ്കിൽ. ഇതിൽ പറഞ്ഞ പ്രൊസസർ സ്നാപ്ഡ്രാഗൺ 7S Gen 3 ആണ്. അത്യാവശ്യം നൈസ് ആയിട്ടുള്ള പ്രൊസസറാണ്. സ്നാപ്ഡ്രാഗൺ ആയതുകൊണ്ട് വേറെ ഹീറ്റിങ്ങും പരിപാടികളൊന്നും ഇല്ല, ലാഗോ അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ട് ഫേസ് ചെയ്തില്ല. ബട്ട് ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ഇതിനകത്തുള്ള UFS 2.2. അത് ഇപ്പൊ എന്താണെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ടെക് ഇങ്ങനെ പുറയിലോട്ടാണ് പോകുന്നത്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഫോണിലൊക്കെ UFS 3.1 കൊടുത്തിട്ട് ഇപ്രാവശ്യം കൊണ്ടുവന്നപ്പോൾ UFS 2.2. അത് എന്ത് കോമഡിയാണെന്ന് എനിക്കറിയാം. LPDDR4X റാമാണ്. അതിപ്പോ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇറങ്ങി നത്തിങ് ഫോൺ 3A Pro 28,000 രൂപ ആ ഫോണിന് വരെ UFS 2.2 ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ പ്രശ്നം നിങ്ങൾ ഇപ്പോൾ ഒരിക്കലും അറിയത്തില്ല. പക്ഷെ ഒരു ഓൺ ഗോയിങ് ന്യൂസിൽ 6 മാസം 1 വർഷം കഴിയുമ്പോഴത്തേക്ക് സ്വിച്ചിങ് ബിറ്റ്വീൻ ആപ്സ്, ലോഡിംഗ് ടൈം, ക്യാമറ ഫോട്ടോ എടുത്ത് റെൻഡർ ആവുന്ന സമയം അതിനൊക്കെ ഒരുപാട് ലാഗ് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. UFS 2.2 പക്ഷേ വളരെ സ്മൂത്ത് ആയിട്ടുള്ള യൂസിനൊക്കെ ഓക്കെയാണ്. പക്ഷേ ഒരിക്കലും ഒരു ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ആ ഒരു UFS 2.2 ഒരു വില്ലനാണ്. അറ്റ്ലീസ്റ്റ് UFS 3.1 സ്റ്റാൻഡേർഡ് ആക്കേണ്ട സമയം കഴിഞ്ഞു. ഈ UFS 2.2 എന്ന് പറയുന്ന സംഭവം 2017 ഇത് വന്നത്. ഇപ്പൊ 2025 ഇപ്പോഴെങ്കിലും ഈ UFS 3.1 എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റാൻഡേർഡ് ആണ്. എന്നാൽ iQOO C10X എന്ന് പറഞ്ഞാൽ ഇവരെ 13,000 രൂപ വരെ ഫോണിന് UFS 3.1
പക്ഷെ അവിടെ പറഞ്ഞ പ്രശ്നം LCD ഡിസ്പ്ലേ. ഇവിടെ വരുമ്പോഴത്തേക്കും ബാക്കി എല്ലാ തേങ്ങയും ഉണ്ട്. UFS 2.2 കോസ്റ്റ് കട്ടിംഗ് ആണ്. അതിന് തന്നെയാണ് നമ്മൾ നെറ്റിങ്ങും ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഫണ്ട ചോയ്സിന്റെ ഡയലറാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ദിസ് കോൾ ഈസ് റെക്കോർഡിംഗ് എന്നൊന്നും വിളിച്ച് പറയത്തില്ല. ആൻഡ് സർക്കിൾ ടു സെർച്ച് ഓപ്ഷൻ ഒക്കെ പറഞ്ഞുണ്ട്. ജസ്റ്റ് സർക്കിൾ ടു സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാൾപേപ്പർ എന്ത് വേണമെന്ന് വെച്ചാൽ കിട്ടും. അതുപോലെ തന്നെ AI സംഭവങ്ങളൊക്കെ ഉണ്ട്. മറ്റേ AI ഇറേസർ നമ്മളെ ഗാലറിക്കകത്ത് ഒരു ഫോട്ടോ ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരെടുത്ത് കളയണമെങ്കിൽ അത് AI വെച്ച് എൻഹാൻസ് ചെയ്യണമെങ്കിൽ എല്ലാവരും ഇതിനകത്ത് പറ്റും. ആൻഡ് വളരെ സ്മൂത്ത് ആണ് ആപ്പ്. ഇപ്പോൾ ഓപ്പണിങ് ആൻഡ് ക്ലോസിംഗ് ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഓൺ ഗോയിങ്ങിൽ അത് എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം എൻ്റെ ഫ്രണ്ടാണ് ഈ ഫോൺ യൂസ് ചെയ്യുന്നത്. അവരുടെ അടുത്ത് തന്നെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിക്കോളാം. രണ്ടാമത്തെ കോസ്റ്റ് കട്ടിങ് ഇവിടെ കാണിച്ചു തരാം ഞാൻ. മോണോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞ ഈ വിവോയുടെ ഐക്യുവിന്റെ ഒരു വെറും ചട്ടത്തരാണ് കേട്ടോ ഈ മോണോ സ്പീക്കർ പിടിച്ചു കൊടുക്കല്. പണ്ട് ഈ വിവോയുടെ X60 X50 അതിന് വരെ മോണോ സ്പീക്കർ കൊടുത്തിട്ടുള്ളവന്മാരാണ് ഈ വിവോ. അപ്പോൾ എന്തായാലും ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടി ഒരു മോണോ സ്പീക്കറാണ്. പക്ഷെ അത്യാവശ്യം ലൗഡൊക്കെയാണ്. അപ്പൊ ഞാൻ ഇതിനകത്ത് ഫേസ് ചെയ്ത രണ്ട് പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UFS 2.2 ആൻഡ് മോണോ സ്പീക്കറുമാണ്. ഇത് രണ്ടും ഇതിനകത്ത് ഒരു വില്ലൻസിനകത്ത് കയറിയാൽ നിങ്ങൾക്ക് കാണാം. ഇതിനകത്ത് ഫണ്ട ചോയ്സ് 1515 ആണ് പറഞ്ഞത്. അതുപോലെ തന്നെ എക്സ്പാൻഡബിൾ റാം പറഞ്ഞുണ്ട്. അത് ഓഫ് ചെയ്തിടുക. നിങ്ങളുടെ സ്റ്റോറേജിന് പ്രശ്നം വരുമെന്നല്ലാതെ അതുകൊണ്ടുള്ള യൂസ് ഇല്ല. 120 GB പറഞ്ഞ വേരിയന്റ് ആണ് എന്റെ ഇരിക്കുന്നത്. ഞാൻ പറയുന്നത് 256 GB എടുക്കുക എന്നാണ്. കാരണം അപ്ഡേഷനുകൾ വെടിയുണ്ട പോലെയാണ് സൈസ്. 6 GB 7 GB 8 GB അതൊക്കെയാണ് ഓരോ അപ്ഡേഷന്റെ ഒക്കെ സൈസ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ അത് കൂടും. ഒരു മറ്റേ സെക്യൂരിറ്റി പാച്ചിന് എനിക്ക് OnePlus പറഞ്ഞത് തന്നെ 1 GB 1.6 GB ഒക്കെയാണ് പറഞ്ഞത്. അതാണ് ഇപ്പോഴത്തെ അപ്ഡേഷനുകളുടെ സൈസ്. ക്യാമറ സിസ്റ്റത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് ക്യാമറയിൽ 50 MBയുടെ സോണി IMX 882 സെൻസറാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ 2 MB ഡെപ്ത് സെൻസർ ഉണ്ട്. എന്തിനു വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അതുപോലെ ബാക്ക് ക്യാമറ ഉപയോഗിച്ച് 4K 30 FPS വരെ നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് 4K 30 FPS വരെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. 20,000 ഒരു ഫോണാണ്. ഇതിൽ ഫ്രണ്ട് ക്യാമറ വെച്ച് 4K 30 FPS വീഡിയോ റെക്കോർഡ് ചെയ്യാം. 40,000 വരെ ഫോണാണ് OnePlus 12R. 13R സെയിം ആണ് കേട്ടാ. ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് 180p 30 FPS വരെയാണ് മാക്സിമം റെക്കോർഡിങ്. ഇപ്പോഴും 13Rലും അതാണ്. 12Rലും 13Rലും മറ്റേ 13R എത്ര 45,000 രൂപ എന്തോ ആണ്. ഫ്രണ്ട് ക്യാമറ 32 MBയുടെ ക്യാമറയാണ് പറഞ്ഞത്. അത് സോണിയുടെ സെൻസർ തന്നെയാണ്. ബിൽഡ്ക്വാളിറ്റിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് പ്ലാസ്റ്റിക് ആണ്, സൈഡ് മെറ്റൽ ആണ്. ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് ഒന്നും അല്ല. അവർ തന്നെ എന്തോ ഒരു പ്രൊട്ടക്ഷൻ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇതിന് മറ്റേ UV ടെമ്പേർഡ് ഒന്നും ആരും പിടിച്ച് ഒട്ടിക്കരുത്. കാരണം വാറന്റി കട്ടാവും. ഫോണിന് ഇപ്പൊ ഗ്രീൻ ലൈനുകളൊക്കെ ഇപ്പൊ മറ്റേ പറന്നാണ് പറഞ്ഞത്. ഇപ്പൊ അറ്റ്ലീസ്റ്റ് ഇവന്മാർക്ക് ഫ്രീ റീപ്ലേസ്മെന്റ് ഉണ്ടായിട്ട് വിവോയുടെ ഐക്യുവിന്റെ സർവീസ് ദി ബെസ്റ്റ് സർവീസ് ആണ്. അത് എനിക്ക് പറയാൻ പറ്റും. എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. ദി ബെസ്റ്റ് ആണ്. ഇവിടെ S23 ആൾക്കാർക്ക് ഗ്രീൻ ലൈൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് പറ്റാതെ പറഞ്ഞു നടക്കുന്നത്. എന്നിട്ട് മറ്റേ കൊടുത്തിട്ടുണ്ട് S20, 21, 22 അൾട്ര എന്നീ ഫോണുകളുണ്ട്. അപ്പൊ 23 എന്ത് ഉപയോഗിക്കുന്ന മാറ്റി നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്ത് 20,000 രൂപയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ഫോൺ തന്നെയാണിത്. നല്ല ബാറ്ററി ലൈഫ് വേണമെങ്കിൽ ഇതിലോട്ട് ധൈര്യമായിട്ട് പോവുക. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിന് ഒരുപാട് പേര് പറയുന്നത് നെറ്റിംഗ് ആണ്. സോ എനിക്കത് സോഫ്റ്റ്വെയർ നെറ്റിംഗിന്റെ കിട്ടിലാണ്. ക്യാമറ വൈസും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ അതായിരിക്കും. കാരണം QX ഒപ്റ്റിക്കലൊക്കെ ഉണ്ട്. സോ അതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ പെട്ടിക്കത്തിന്റെ ചാർജർ പറഞ്ഞത് 90 വാട്ട്സിന്റെ ചാർജറാണ് പറഞ്ഞത്. 55 മിനിറ്റ്സ് കൊണ്ട് ഫുൾ ചാർജ് ആവും. സോ അങ്ങനെയൊക്കെയാണ്. നല്ല ഇൻഹാൻഡ് ഫീൽ ആയിട്ട് എനിക്ക് ഡിസ്പ്ലേ ഭയങ്കര ഇഷ്ടപ്പെട്ട ആ കോഡ് കർവ്. ഈ അത്രയൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് യൂസേഴ്സ്, വ്യൂ യൂസേഴ്സ് താഴെ കമന്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. ബൈ. ഹലോ ഗൈസ്, എന്റെ ഇരിക്കുന്നതാണ് റിയൽമി അല്ലേ. ഹലോ ഗൈസ്, എന്റെ ഇരിക്കുന്നതാണ് റിയൽമി. ഐക്കോ സീറ്റ് ഉണ്ടല്ലേ.